ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരവരുളുമാറാകട്ടെ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. യഹോവ സിയോനിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. അവൻ നിൻ്റെ നേർച്ചകളെ ഓർക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സങ്കീർത്തനം 20 സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു അനുഗ്രഹം, ഒരു രാജാവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം അവിടെ പറയുന്നു. ഉത്തരമരുളുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം, നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിവർത്തിച്ച് തരുമാറാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്ന് പകൽക്കാലത്തിൽ നാം ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം, അല്ലേ? ഓരോ വിഷയങ്ങളിൽ കർത്താവ് നമ്മെ താങ്ങണം, നമുക്ക് ഉത്തരമരുളണം, നമ്മെ സഹായിക്കണം, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം നമുക്ക് നിവർത്തിച്ച് തരണം എന്നെല്ലാം വളരെ ദാഹത്തോടു കൂടി ആഗ്രഹിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മെ കർത്താവ് ഓർത്ത് അനുഗ്രഹിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ നാമം, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ, അങ്ങയുടെ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുത്തെ രാജ്യം ഞങ്ങളുടെ ഇടയിൽ വരട്ടപ്പച്ച. അവിടുത്തെ ഇഷ്ടം ദൈവമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളിന്ന് പകൽക്കാലവും അവിടുത്തെ ഹിതത്തിനായി വരുന്നു. അവിടുത്തെ നാമം ഞങ്ങളിൽ മഹത്വമെടുക്കുവാനായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. ഹല്ലേലൂയ കർത്താവേ. കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങളുടെ മാനുഷികമായിരിക്കുന്ന അധ്വാനങ്ങൾ കൊണ്ട് കർത്താവെ മറ്റ് പലതും ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് മാതാക്കന്മാരിൽ നിന്നൊക്കെ കൈമാറി വന്ന പലതും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ആശ്രയം കണ്ടെത്തുവാൻ ശ്രമിച്ച് കർത്താവെ ഞങ്ങളുടെ കഴിവുകളിലോ മറ്റ് വിദ്യാഭ്യാസത്തിലോ മറ്റ് ജീവിത സാഹചര്യങ്ങളിലോ ഒക്കെ ആശ്രയിച്ച് അതിന് മഹത്വം കൊടുത്തിരുന്ന സ്ഥാനത്ത് പകൽക്കാലം ഞങ്ങൾ അപ്പൻ്റെ സന്നിധിയിൽ വരുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങ് ഞങ്ങളിൽ മഹത്വം എടുക്കണം അപ്പ. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ ദൈവമേ നിറവേറണമേ കർത്താവേ. സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ കർത്താവേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്കിന്ന് പകൽക്കാലം നൽകണം അപ്പ. ദുഷ്ടനിലേക്ക് കടക്കാതെ വണ്ണം, ദുഷ്ടൻ്റെ പ്രവൃത്തികൾ ഞങ്ങളോട് അടുക്കാതെ വണ്ണം അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ. പ്രഭാതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം 100 മടങ്ങായി ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ അധ്വാന ഫലം, ഞങ്ങളുടെ കരങ്ങളുടെ അധ്വാന ഫലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കൈതൊടുന്ന സകലത്തിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ നിന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എന്ത് ചെയ്താലും നഷ്ടങ്ങൾ വന്ന് ഒന്നിലും കർത്താവെ ഒരു നന്മ പ്രാപിക്കുവാൻ ഒന്നും കഴിയാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ദിവസങ്ങൾ മുതൽ ഒരു വ്യത്യാസം വരുവാനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കൈത്തൊഴിലുകളെ ദൈവമേ, അവർ ചെയ്യുന്ന ബിസിനസ്സിനെ, അവരുടെ ജോലിയെ ഒക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ പഠനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല മാർക്ക് വാങ്ങി ജയിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. നല്ല ഭാവി ജീവിതം ഒരുക്കണമേ അപ്പ. ദൈവമേ, അവരിതുവരെയും ദൈവമേ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത പുതിയ സബ്ജക്റ്റുകൾ വരുമ്പോൾ കർത്താവെ അതിലെല്ലാം ഒന്നാമതെത്തി നല്ല പൊസിഷനുകളിലേക്ക് പ്രവേശിക്കുവാൻ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ. സ്വപ്നങ്ങളിൽ കൂടി ദർശനങ്ങളിൽ കൂടി അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. തിരഞ്ഞെടുക്കേണ്ടുന്ന മേഖലകളെ അവിടെ നിന്ന് ഞങ്ങളോട് അറിയിക്കണമേ അപ്പ. ദൈവമേ, ശത്രുവിനെ തകർക്കുവാൻ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പൊരുതേണ്ടുന്നത് എങ്ങനെയെന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കണം അപ്പച്ച. ദൈവമേ, തെറ്റായിരിക്കുന്ന ചില വിഷയങ്ങളിൽ കുരുങ്ങിപ്പോയി. ഹല്ലേലൂയ. തെറ്റായിരിക്കുന്ന ചില ബന്ധങ്ങളിൽ കുരുങ്ങി. ഹല്ലേലൂയ കർത്താവെ. അങ്ങനെ ജീവിതം വഴിമുട്ടിയൊരവസ്ഥയിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിക്കണമേ. പിശാചൊരുക്കിയ കെണികളിൽ നിന്ന് ദൈവമേ ചിലരെ അങ്ങ് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവിടെ നിന്ന് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കുകയല്ല, ഞങ്ങളും വിശുദ്ധരായിരിക്കുവാൻ വചനം ഞങ്ങളെ അനുശാസിക്കുമ്പോഴപ്പ ഞങ്ങളുടെ അധരങ്ങളിൽ കൂടി വരുന്ന വാക്കുകളെ, ഞങ്ങളുടെ കണ്ണിൽ നിന്നുള്ള നോട്ടത്തെ, ദൈവമേ ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തിയെ, ഞങ്ങൾ കേൾക്കുന്നതിനെ ഒക്കെ അങ്ങ് വിശുദ്ധീകരിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ ദൈവമേ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിക്കുന്നതല്ല, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ പണിയുവാനും തളർന്നിരിക്കുന്നവരെ കർത്താവെ താങ്ങുന്നതും ഒക്കെ ആയിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ അധരങ്ങൾ ദൈവമേ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കട്ടെ. ആരെയും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ.
ഹാലലൂയ കർത്താവേ സ്തോത്രം. ഇന്ന് പകൽക്കാലവും വിവിധങ്ങളായിരിക്കുന്ന ആവശ്യത്തോടു കൂടിയിരിക്കുന്നവർ, പ്രത്യേകിച്ച് ചില സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവെ വാടക കൊടുക്കുവാൻ കഴിയാതെ, ആഹാരത്തിന് വകയില്ലാതെ, വസ്ത്രത്തിനും മരുന്നിനും ഒക്കെ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഇടയിലുണ്ട് കർത്താവെ. ദൈവമേ സ്തോത്രം. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും അവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞെരുങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്ന് തകർന്നിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു തുണ്ട് വസ്തുവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സർജറികൾക്കൊക്കെ ദൈവമേ ടെസ്റ്റുകൾ ചെയ്യുവാൻ ദൈവമേ സമ്പത്തില്ലാതിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതകരമായ കരുതലുകൾ അവരുടെ ഭവനത്തിൽ അങ്ങ് അയക്കണമേ അപ്പ. നോർത്ത് ഇന്ത്യയിലും ദൈവമേ സ്തോത്രം, വിദേശ രാജ്യങ്ങളിലുമൊക്കെ, ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ കർത്താവേ ദൈവമക്കൾ ഒത്തിരി കഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൻ്റെ ഭാഗങ്ങൾ സുവിശേഷത്തിന് വലിയ ദൈവമേ എതിർപ്പുകൾ നിയമപരമായി ഒക്കെ വരുമ്പോൾ കർത്താവേ എതിർപ്പുകൾ പെരുകിയിടത്ത് വചനവും പെരുകി, പീഡ പെരുകിയിടത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, വചനം പെരുകി, വചനം അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ സ്തോത്രം, ഞങ്ങൾ അറിയാതവണ്ണം പരിശുദ്ധാത്മാവൻ അനേകരെ രഹസ്യ സ്ഥലങ്ങളിൽ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. യേശുവേ സ്തോത്രം. അങ്ങ് സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങൾ കൂടി ഒരിക്കൽ ദൈവമേ ഇടപെടണമെന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കിടക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവേ സ്തോത്രം. നിയമം എത്ര പ്രതികൂലമായാലും ഹാമാൻ ദൈവമേ ഒരുക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെട്ട് കർത്താവേ ദൈവമക്കൾക്ക് ഉദ്ധാരണം അവിടെ നിന്ന് ഒരുക്കിയതുപോലെ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകൾ നടക്കാൻ പ്രാർത്ഥിക്കുന്നപ്പ. ജയിലുകളിൽ കിടക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർക്കതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവരാജ്യ സംബന്ധമായോ കർത്താവേ സാമ്പത്തിക വിഷയങ്ങളിലോ മറ്റ് ദൈവമേ ഏതെങ്കിലും ചതിക്കുഴികളിലോ മനഃപൂർവ്വമായോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ തെറ്റുകൾ മുഖേന ജയിലുകൾക്കുള്ളിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് വിട്ടുവിക്കണം അപ്പച്ച. അവർക്കൊരു മാനസാന്തര അനുഭവം ദൈവമേ ഈ ദിവസങ്ങളിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവൻ നാമത്തിലപ്പം പൽക്കാലം രോഗികളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ദൈവമേ സ്തോത്രം ചെയ്യുന്ന പച്ച എല്ലാ രോഗബന്ധനങ്ങൾ ഹാലലൂയ, ഷുഗർ കംപ്ലൈൻറ്റുകൾ യേശുവൻ നാമത്തിൽ ദൈവമേ നോർമലാകട്ടെ. കർത്താവേ കൊളസ്ട്രോളിൻ്റെ BP-യുടെ ഒക്കെ വേരിയേഷൻസ് അങ്ങനെ അനുഭവിക്കുന്ന തലവേദന, വൊമിറ്റിംഗ് ടെൻഡൻസി, ക്ഷീണം, പ്രയാസം, തൈറോയ്ഡ് കംപ്ലൈൻറ്റുകൾ ഹാലലൂയ, വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവേ രോഗമെന്തെന്നറിയാതെ പലതിനും വേണ്ടി അധ്വാനവും ദൈവമേ സമ്പത്തും പാഴാക്കുമ്പോൾ ദൈവമേ നോക്കേണ്ടുന്ന മേഖലകളെ തന്നെ തിരിച്ചറിയുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് ആലോചന കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. യൂട്രസ് സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ, ഓവർ ബ്ലീഡിങ് ആയിരിക്കുന്ന അവസ്ഥകൾ കർത്താവേ, ഓവറി സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ, അതിന് അങ്ങനെയുള്ള സിസ്റ്റ്, ഗ്രോത്ത്, ഫൈബ്രോയിഡുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ അതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് ആദ്യമേ തന്നെ അതിനെയെല്ലാം ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഭയത്തോടെയൊക്കെ മറച്ചു വച്ചിരിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവർ അതിൽ ധൈര്യത്തോടെ ദൈവമേ കടന്നുപോയി ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് സൗഖ്യമാകുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വരുവാനോ പകൽക്കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന്, ദുഷ്ടൻ്റെ സകല പ്രതികൂലങ്ങളിൽ നിന്ന് കർത്താവെ അങ്ങ് വിടുവിക്കുമോ പച്ച. പ്രതിക്ഷോഭങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മഴയുടെ കാറ്റിൻ്റെ കെടുതിയിൽ നിന്നൊക്കെ ജനത്തെ അങ്ങ് വിടുവിക്കണമേ. കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ യേശുവിൻ്റെ രക്തത്താലും ദൂതന്മാരുടെ സാന്നിധ്യത്തിലും ഓരോ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ മുദ്ര വച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹാലലൂയ. കർത്താവ് എപ്പോഴും പള്ളിയിലാകട്ടെ, വയലോരങ്ങളിലാകട്ടെ, കടൽക്കരയിലാകട്ടെ, അവൻ മലയിലിരുന്നു, എല്ലാ സ്ഥലത്തും കർത്താവ് ജനത്തെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ ലാവണ്യ വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ ആ പള്ളിയിൽ വെച്ച്, അതൊരു ശബത്ത് നാളായിരുന്നു, ശബത്ത് നാളിലാണ് കർത്താവ് പള്ളിയിലേക്ക് കടന്നു പോകുന്നത്. ശബത്ത് നാളിൻ്റെ യഹൂദന്മാർക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർ വളരെ വിശുദ്ധമായി ആചരിക്കുന്ന ദിവസമാണ്. അന്ന് കർത്താവ് അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാലലൂയ അവിടെ ഒരു കൂനിയായിരുന്ന ഒരു സ്ത്രീ കടന്നു വന്നു. ഹാലലൂയ പറയുന്നു 18 വർഷമായി അവൾ കൂനിയായിരുന്നു. കൂനി എന്ന് പറയുമ്പോൾ എന്താണ്? അവൾക്ക് ആകാശം കാണുവാൻ കഴിയുകയില്ല, നടുവ് നിവർന്ന് നിൽക്കുകയില്ല, എപ്പോഴും താഴേക്ക് നോക്കി നടക്കുന്ന ഒരു സഹോദരി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ അമ്മച്ചിമാരെല്ലാം, പല അമ്മച്ചിമാരെയും നമുക്കിതുപോലെ കൂനി അമ്മച്ചിമാരെ കാണാൻ കഴിയും. ഇന്ന് അങ്ങനെയുള്ള കാഴ്ച കുറവാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്കൊന്നും അതുപോലെയുള്ളവരെ അറിയുകയില്ല. പക്ഷേ 18 വർഷം കൊണ്ട് പിശാച് ഒരു രോഗാത്മാവിനാൽ ബാധിച്ചു കൂനിയായി നടന്ന ആ സഹോദരിയെ കർത്താവ് അവിടെ വെച്ച് സൗഖ്യമാക്കുന്നു. ഉടനെ പരീശ
ശിഷ്യന്മാർക്കെല്ലാം അങ്ങ് നീരസമായി, കർത്താവിനോട് ദേഷ്യപ്പെടുവാൻ തുടങ്ങി. ശബത്ത് നാളിനെ അശുദ്ധമാക്കി, കർത്താവ് ഇങ്ങനെ രോഗികളെ ഒന്ന് സൗഖ്യമാക്കാൻ പാടില്ലായിരുന്നു എന്ന് അവർ പരസ്പരം പിറുപിറുക്കുകയും അവിടെ ഒരു സംസാരമുണ്ടാകുകയും ചെയ്തപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശബത്ത് നാളിൽ നിങ്ങളുടെ കാളയെയോ കഴുതയോ അഴിച്ച് വെള്ളം കുടിപ്പിക്കാനായി തൊട്ടിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകയില്ലയോ? അതിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയില്ല. അങ്ങനെ അതിനെ അഴിച്ചു കൊണ്ടുപോകും എങ്കിൽ ഈ രോഗത്താൽ ബാധിതയായിരുന്ന, രോഗാത്മാവ് കെട്ടിവച്ചിരുന്ന, നിവർന്നു നിൽക്കുവാൻ കഴിയാതെ അവളെ കുനിച്ച് വച്ച് അവളുടെ മുതുകിനെ കെട്ടിയിരുന്ന ഈ സഹോദരിയെ എന്തുകൊണ്ട് സൗഖ്യമാക്കിക്കൂടാ എന്ന് പറഞ്ഞ് കർത്താവ് അവളെ സൗഖ്യമാക്കി. അതുവരെയും കുനിഞ്ഞു നടന്ന ആ സഹോദരി സന്തോഷത്തോടെ നിവർന്ന് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ ഇടവന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെയും പിശാച് ഇതുപോലെ നിങ്ങളുടെ നടുവിനെ ആയിരിക്കില്ല കുറിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ നാം പലപ്പോഴും പറയും നമ്മുടെ നടു ഒടിഞ്ഞു, സാമ്പത്തിക വിഷയങ്ങൾ, ചില ഭാരങ്ങൾ വന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നമ്മുടെ നടു ഒടിഞ്ഞു. അങ്ങനെയെല്ലാം പല രീതിയിൽ നമ്മുടെ നടു ഒടിഞ്ഞെന്നോ തലകുനിഞ്ഞു പോയെന്നോ ഒക്കെ ഉള്ള സ്ഥാനങ്ങളിൽ കർത്താവ് മറ്റുള്ളവർക്ക് നീരസം തോന്നിയാലും പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി ആ ബന്ധനത്തെ അഴിച്ച് ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ നിശ്ചയമായും വിടുവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കുവാൻ ഇന്ന് പകൽക്കാലവും നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.